അടിപൊളി മോനെ. അണ്ടർപാസിൻ്റെ മേളിൽ കൂടെയാണ്, ശീമാട്ടി ജംഗ്ഷന് വരുന്ന അണ്ടർപാസിൻ്റെ മേളിൽ കൂടെയാണ് നമ്മൾ വാഹനം ഓടിച്ച് വന്നിരിക്കുന്നത്. അണ്ടർപാസ് റോഡ്. ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ പാരിപ്പള്ളിയിൽ നിന്ന് ചാത്തന്നൂർ വരെയുള്ള റോഡ് നിർമ്മാണ കാഴ്ചകളാണ്. നമുക്ക് പാരിപ്പള്ളിയിൽ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം, നമുക്ക് ഒരു ഭാഗത്തേക്കുള്ള 4 ഗിയറിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു ഭാഗത്ത് 4 തൂണിലാണ് ഫ്ലൈ ഓവർ വരുന്നത്. ഇതേപോലെ മറുഭാഗത്ത് ഇതേപോലെ 4 പിയർ വരും. ഇവിടെ പിയർ ഗ്യാപ്പൊക്കെ ഫിനിഷ് ചെയ്ത് ഇതിൻ്റെ മേളിൽ ഇനി ഗഡറുകൾ സ്ഥാപിക്കുകയാണ് അടുത്ത പരിപാടി. വാഹനങ്ങൾ സർവീസ് റോഡ് വഴി തിരിച്ചു വിട്ട് മറുഭാഗത്തും ഉടനെ പിയറിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒരു കൊല്ലത്തിന് മുമ്പും ഒരു കൊല്ലത്തിന് ഇപ്പോഴും ഉള്ള കാഴ്ചകളായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചാത്തന്നൂർ ഇത്തിക്കരയിൽ നിന്ന് പാരിപ്പള്ളി വരെയുള്ള കാഴ്ചകൾ കാണിച്ചു. ആ ദിവസം തന്നെയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അതേപോലെ വെളിച്ചക്കുറവ് നല്ല രീതിയിൽ കാണും. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് നമ്മൾ ഒരാഴ്ച പെരുമഴയായിരുന്നു. ഇപ്പോഴും മഴ പോന്നിട്ടില്ല. ഇന്നലെ അത്യാവശ്യം കുറച്ച് വെയിലുണ്ടായിരുന്നു. ഞാൻ കരുതി ഇന്ന് നല്ല വെയിലായിരിക്കും എന്നും പറഞ്ഞ് കാത്തിരുന്നതാണ്, പക്ഷേ നടന്നില്ല. ഇവിടെ പാരിപ്പള്ളി വരുന്ന ഫ്ലൈ ഓവർ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഉയരത്തിലാണ് കേട്ടോ അതേപോലെ മെയിൻ റോഡ് പോകുന്നത്. ഇപ്പോൾ സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. പാരിപ്പള്ളി ഈ ഭാഗത്തൊക്കെ നിർമ്മാണം വളരെ ലേറ്റായിട്ടാണ് നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഒരു കൊല്ലം മുമ്പ് ഇവിടെ മരങ്ങളൊക്കെ മുറിച്ച് തുടങ്ങിയിട്ടുള്ളൂ. കെട്ടിടങ്ങൾ പോലും പൂർണ്ണമായും പൊളിച്ച് മാറ്റിയിട്ടില്ലായിരുന്നു. അവിടെയാണ് ഇത്ര വേഗത്തിൽ ഇവർ പണി പൂർത്തിയാക്കിയത്. നമ്മളിപ്പം കാണുന്നത് കണ്ടോ, ഇവിടെ മെയിൻ റോഡാണ്. പാരിപ്പള്ളി ടൗണിൽ ഫ്ലൈ ഓവർ വരുന്നതിനെ കൊണ്ട് തന്നെ ഇവിടുന്ന് ഈ ഭാഗത്തു നിന്ന് റോഡ് ഉയർന്നു പോകും. പിന്നെ ഇവിടെ കുറച്ച് ദൂരത്തേക്ക് ഇവിടെ ഇങ്ങനെ ടാർ ചെയ്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആറൊരു പാതയും ഇതേപോലെ ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. 2 ഭാഗത്തും ക്രാഷ് ബാരിയറും അതേപോലെ ഡിവൈഡറിൻ്റെ പണിയും പൂർത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മഴ പൊടിയുന്നുണ്ട്, എല്ലാം ഉണ്ട്. കണ്ട ഈ ഭാഗത്ത് വളരെ ഫാസ്റ്റായിട്ടാണ് കേട്ടോ പണി നടന്നത്. ഏറ്റവും ഫാസ്റ്റായിട്ട് പണി നടന്ന ഒരു പ്രദേശമാണ്. കാരണം താമസിച്ചാണ് ഇവിടെ പണി തുടങ്ങിയത്. പക്ഷെ വളരെ ജൂന്നും പറഞ്ഞായിരുന്നു ഈ ഭാഗത്ത്. ഈ കുറച്ച് ദൂരത്തേക്ക് വർക്ക് പുരോഗമിച്ചു കേട്ടോ. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, ഈ പാരിപ്പള്ളിയിലാണ് ഏറ്റവും ലാസ്റ്റ് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയതും മരങ്ങൾ മുറിച്ചതും ഏറ്റവും ലാസ്റ്റാണ്. പക്ഷെ അവിടെ വളരെ ഫാസ്റ്റായിട്ടാണ് കേട്ടോ റോഡ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇത്രത്തോളം 6 പാതയുടെ നിർമ്മാണം പൂർത്തിയായി. സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞു. ഇത്രത്തോളം ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞ പോലെ ഒരു കൊല്ലങ്ങൾക്ക് മുമ്പ് ചാത്തന്നൂർ പാരിപ്പള്ളി ഭാഗത്തെ കാഴ്ചകളും അതുപോലെ ഇപ്പോഴത്തെ കാഴ്ചയും 2 വീഡിയോ മെർജ് ചെയ്തിട്ടുള്ളൊരു വീഡിയോസാണ്. അത് കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരുപാട് ദൂരത്തേക്ക് ഇതേപോലെ മെറ്റലുകൾ കൊണ്ടിട്ടേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ. അപ്പോൾ ഉടനെ അവിടെ ടാറിങ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പോകുന്നത് നിലവിലുള്ള പഴയ റോഡിൽ കൂടെയാണ്. റോഡ് ആകത്ര വീതിയുള്ളായിരുന്നു നമ്മുടെ നാഷണൽ ഹൈവേ 66. അത് വെച്ച് നോക്കുമ്പോൾ ഇനി വരാൻ പോകുന്നത് സ്വർഗമാണ്. ഉണ്ണി സ്വർഗം എന്ന് പറയുന്നത് വളരെ വലിയ റോഡാണ്. നമ്മൾ ഒരുപാട് ഈ മഴയത്ത് ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് വെള്ളം കെട്ടുന്നതും ഇതൊക്കെ നമ്മൾ വീഡിയോസ് കണ്ടു അല്ലേ. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. റോഡ് പണി പൂർത്തിയായതിനു ശേഷം നിലവിലുള്ള റോഡിൽ നിന്നും എത്രത്തോളം ഉയർന്നിട്ടാണ് ഇവിടെ പുതിയ റോഡ് വരുന്നത് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഈ ഇടയ്ക്കാണ് പണി സ്റ്റാർട്ട് ചെയ്തത്. ഒരു 4-5 മാസമായി കണക്കേ ഉള്ളൂ. ഇവിടെ വലിയൊരു വെള്ളക്കെട്ട് കേട്ടോ. വെള്ളം ഒഴുകി പോകാൻ ഇപ്പോൾ സ്ഥലമില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. വളരെ പെട്ടെന്നായിരുന്നു മഴ വന്നത്.
അപ്പോൾ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ പണി നടക്കുന്ന റോഡിൽ കാണും. ഇത് സ്വാഭാവികമാണ്. ഭയങ്കര രീതിയിലുള്ള വെള്ളക്കെട്ടാണ് കേട്ടോ. ഓക്കെ, എൻ്റെ പൊന്നോ, ഫസ്റ്റിൽ വേണം. വെള്ളക്കെട്ടിൽ എപ്പോഴും ഫസ്റ്റിലേ വണ്ടി ഓടിക്കാവൂ, അല്ലെങ്കിൽ വണ്ടി നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അയ്യോ, കാലുകുത്ത് കുത്തുമെന്ന് വിചാരിക്കും. കുത്തല്ലേ, കാല് കുത്തരുത്. യെസ്, സക്സസ്. കാല് കുത്തിയില്ല. നമ്മൾ കല്ലുവാതുക്കൽ എത്താറായിട്ടുണ്ട്. കല്ലുവാതുക്കൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ നിർമ്മാണം ഏതുവരെയായി നമുക്ക് നോക്കാം. ഒരു ഭാഗത്ത് അണ്ടർപാസിൻ്റെ അവിടെ ടാർ ചെയ്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കേ. ഈ റോഡ് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ പ്രശ്നമല്ല, നമുക്കൊന്ന് പോയി കാണേ. ചില ഭാഗങ്ങളിൽ ഉണ്ട് നല്ല രീതിയിലുള്ള പ്രശ്നം. റോഡ് നല്ല രീതിയിൽ ഉയർന്നതിനെ കൊണ്ട് തന്നെ ഉണ്ടോ, ഇതൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ ഒഴുകി പോകാൻ പറ്റുന്നില്ല. വെള്ളം ഇതേപോലെ അവിടെ കെട്ടിയിരിക്കുന്നു കേട്ടോ. ഓ, ഡാർക്ക് സീൻ തന്നെയാണ് കേട്ടോ. ആണ്ട ഇവിടെ ഒരു വീട് കണ്ടോ, ഇതേപോലെ വെള്ളം കെട്ടിയിരിക്കുന്നുണ്ടോ. അവർ പമ്പ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് ഇങ്ങോട്ട് ഓടയിലേക്ക് ഇടുകയാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലുവാതുക്കലാണ് കേട്ടോ. അവിടെ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് റോഡ് കുറച്ച് ഉയർന്നു വന്നപ്പോൾ ഇവിടെ വീടുകളിൽ വെള്ളം കെട്ടിയിരിക്കുന്നു. ഈ ഓടയുടെ നിർമ്മാണം ചെറിയ വശപ്പിശകം ഉണ്ട് കേട്ടോ. ഈ ഓടയും റോഡും ഒരേ നിരപ്പിലാണ്, നിങ്ങൾക്ക് കാണാൻ കണ്ടോ. റോഡും ഈ ഓടയിലേക്ക് വെള്ളം ഇറങ്ങുന്നത് ഓടയുടെ മേളിലുള്ള ഓട്ട വഴിയാണ് കേട്ടോ. മേളിലിങ്ങനെ ഓട്ട ഇട്ടിട്ടുണ്ട്. ഇത് പ്രാക്ടിക്കൽ ശരിയാവാത്ത കാര്യമാണ്. ഇതെങ്ങനെ റെഡി ആകണ്ട, മേളിൽ ഓടയുണ്ട്. അപ്പോൾ ഓടയുടെ മേളിൽ കൂടെ വെള്ളം വന്ന് ഇതിൽ കൂടെ വെള്ളം ഇറങ്ങണമെന്നാണ് രീതി. പക്ഷെ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഒരിക്കലും വെള്ളം അങ്ങനെ ഇറങ്ങില്ല, വെള്ളം ഒഴുകി അങ്ങ് പോകത്തേ ഉള്ളൂ. അങ്ങനെ ഒഴുകിയാണ് ഈ വീടുകളിലെല്ലാം ഇറങ്ങുന്നത്. ഈ ഓടയ്ക്ക് കുറച്ചൊരു തിട്ട ഉയരം വന്നിട്ട് നമ്മൾ സാധാരണ ഓടയെ കാണുന്നത് റോഡിൽ നിന്നും കുറച്ച് ഉയരണം, എന്നിട്ട് അവിടെ ഓട്ട ഇട്ട് കൊടുക്കണം. അപ്പോഴതുവഴി പെട്ടെന്ന് ഇറങ്ങിപ്പോവും. എന്തായാലും റോഡ് പണി കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഏത് രീതിയിലാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പം കല്ലുവാതുക്കലാണ്. കല്ലുവാതുക്കൽ വരുന്ന അണ്ടർപാസാണ്. ഫ്രണ്ട്സ്, ഇവിടെ കല്ലുവാതുക്കൽ വരുന്ന അണ്ടർപാസ്, ഇവിടെ ഒരു ഭാഗത്ത് അണ്ടർപാസിൻ്റെ ടാറിങ് നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുമെങ്കിൽ പോയെന്ന് കാണാം. മഴയായതിനെ കൊണ്ട് ഇല്ല, നമുക്ക് പോകാൻ പറ്റില്ല. മഴയായതിനെ കൊണ്ട് ഫുള്ള് ചെളിക്കെട്ടാണ്, അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് കണ്ട അവിടെ ടാറിങ് പൂർത്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്.
ചെളിക്കെട്ട് തന്നെ കൊണ്ട് പോയി ആ വണ്ടി പൊതയും. മൊത്തം ചെളിയാണ്. നമുക്ക് അങ്ങോട്ട് പോകാക്കില്ല ഗൈസ്. അതുകൊണ്ട് അവിടെയൊക്കെ ടാറിങ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കല്ലുവാതിക്കൽ ടൗൺ കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പം ഇവിടെ നിർമ്മാണ കാഴ്ചകൾ ഈ രീതിയിലാണ്. ഇവിടെയൊക്കെ ഇനിയും വലിയ രീതിയിൽ നിർമ്മാണം നടക്കേണ്ടതുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ ചെറിയൊരു മലയായിരുന്നു, കുന്ന്, നല്ല കട്ടിപ്പാറയായിരുന്നു. ആ പാറ പൊട്ടിക്കലിപ്പം കുറേ മാസങ്ങളായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പൊട്ടിച്ച് കഴിഞ്ഞില്ല. ഇത് കൂടുതൽ ഒരുപാട് പാറ ഇടുന്നുണ്ട്. നല്ല അടിപൊളി സൂപ്പർ പാറ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാളായി. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം പോകുന്ന സൈഡൊക്കെ ഉണ്ടല്ലോ, നല്ല താഴ്ചയുള്ള പ്രദേശമായിരുന്നു. അവിടെ ഇങ്ങനെ ഒരുപാട് നല്ല ഉയരത്തിൽ കെട്ടി പൊക്കിയിട്ടാണ് ഇവിടെ ഇപ്പോൾ ടാറിങ്ങൊക്കെ പൂർത്തിയായിരിക്കുന്നത്. നല്ല ആഴമാണ്. ഉണ്ടോ? സർവീസ് റോഡൊക്കെ മൊത്തം കൊളായി കിടക്കുവാണ്. മഴ പെയ്ത് ഈ മഴയത്ത് റോഡ് പണി ഇന്ന് പകുതിയോളം സ്ലോ ആവും. അതാണ് പ്രശ്നം. ഇനി അങ്ങോട്ട് പെരുമഴയാണ്. അപ്പോൾ വർക്കുകൾ നല്ല രീതിയിൽ സ്ലോ ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. മഴ പൊടിയുന്നുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് അന്നേരം കുറച്ചും കൂടി വേഗത്തിൽ പോകാം. ഇവിടെയൊക്കെ ആറൊരു പാതയുടെ നിർമ്മാണം, ഈ ഫസ്റ്റ് ലെയറിങ്, ഇവിടെ മെയിൻ റോഡിൻ്റെ ഫസ്റ്റ് ലെയറിങ് ടാറിങ്ങൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ ക്രാഷ് ബാരിയറും ഡിവൈഡറും ഇതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ദൂരത്തേക്ക് ആറൊരു പാതയുടെ നിർമ്മാണം ഏകദേശം ഇത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കണക്ഷൻ വരെ ഇവിടെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈപ്പൊക്കെ ഇട്ട് വയറിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇവിടെ നല്ല വീതിയാണ് കേട്ടോ. കുറച്ച് ഭാഗത്തേക്ക് സർവീസ് റോഡ് ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ഇത്രയും ഗ്യാപ്പുണ്ട്. സർവീസ് റോഡ് അതുവഴി വിട്ടിട്ട് ഇവിടെ ഇത്രയും ക്ലീനാക്കിയിട്ടുണ്ടായിരുന്നു. വണ്ടി പാർക്ക് വണ്ടി ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട് കേട്ടോ. മെയിൻ റോഡിൽ സർവീസ് റോഡിലേക്കുള്ളൊരു എക്സിറ്റ് ഉണ്ട്. എക്സിറ്റ് വരുമ്പോൾ സർവീസ് റോഡോട് നേരെ പകുതിയായിട്ട് കുറയും. ബാക്കി പകുതിയാണ് എക്സിറ്റായിട്ട് വരുന്നത്. ഇത് നമുക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മേളിൽ നമ്മൾ ഷീമാട്ടി ജംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ മേളിൽ ടാറിങ് ചെയ്തതായിട്ട് നമുക്ക് അങ്ങോട്ട് പോയപ്പം കണ്ട്. ഒന്ന് പോയി നോക്കിയാലും. നമ്മൾ തിരിച്ച് വന്ന് കണ്ടാൽ ഇതാണ് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കുള്ള എക്സിറ്റാണ്, ഒരിക്കലും എൻട്രി അല്ല. ഇനി നമ്മൾ ഒരിക്കലും എൻട്രി ചെയ്യാൻ പാടില്ല. അപ്പം നിർമ്മാണമൊന്നും പൂർത്തിയായില്ലല്ലോ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോയി ഇവിടെയൊക്കെ ടാറിങ് നിർമ്മാണം പൂർത്തിയായി. നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. നമ്മളിപ്പം ഒറ്റ പൊന്നോ കുഴി ഷീമാട്ടി ജംഗ്ഷനിലെ അണ്ടർപാസിൻ്റെ മേളിലാണ് നമ്മൾ. മേളിൽ ടാറിങ് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഷീമാട്ടി ജംഗ്ഷനിൽ വാഹനങ്ങൾ ഇതുവഴിയാണ് പോകുന്നത്. അടിപൊളി. അയ്യോ,
വാഹനം കയറി പോലൂടെ, നമ്മളെ ബൈക്കൊന്നും കയറൂല. കയറി. നമ്മളിപ്പോൾ ഷീമാട്ടി ജംഗ്ഷനിൽ അണ്ടർപാസിൻ്റെ മേളിൽ കൂടെയാണ് പോകുന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു നിർമ്മാണ പ്രവൃത്തി അല്ലാത്തൊരു വാഹനം കടന്നു പോകുന്നത്. നമ്മൾ ഷീമാട്ടി ജംഗ്ഷൻ ഇതിൻ്റെ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ഞാൻ അണ്ടർപാസ് അങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. യെസ്. അടിപൊളി മോനെ. അണ്ടർപാസിൻ്റെ മേളിൽ കൂടെയാണ്, ഷീമാട്ടി ജംഗ്ഷനിൽ വരുന്ന അണ്ടർപാസിൻ്റെ മേളിൽ കൂടെയാണ് നമ്മൾ വാഹനം ഓടിച്ച് വന്നിരിക്കുന്നത്. അണ്ടർപാസ് ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. ടാറിങ് പൂർത്തിയായെന്ന് ഉദ്ദേശിച്ചത് ഫസ്റ്റ് ലെയർ ടാറിങ് ആണ് കേട്ടോ. അയ്യോ കുഴി. അബ്ബോ എന്നടാ കുഴി. ഫ്രണ്ട്സ്, ഷീമാട്ടി ജംഗ്ഷൻ കഴിഞ്ഞ് വരപ്പോൾ ഇവിടെ മുമ്പേ ഒരുപാട് വീഡിയോ കാണിച്ച പോലെ ഇവിടെ 6 വരി പാതയുടെ നിർമ്മാണം ഒരുപാട് ദൂരത്തേക്ക് ഇതേപോലെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ചാത്തന്നൂർ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ഇവിടെ KSRTC സ്റ്റാൻഡിലേക്ക് പോകുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ 2 ഭാഗത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അതേപോലെ തന്നെ മണ്ണിട്ട് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബസ് ക്രോസിംഗ് ഉള്ളതിനെ കൊണ്ട് തന്നെ നല്ല ഉയരത്തിൽ ഉള്ള അണ്ടർപാസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ വെള്ളം അങ്ങോട്ട് മറിയും. അതാണ് ഇവിടെയും ഈ റോഡ് വീഴുന്ന വെള്ളം ഉണ്ടല്ലോ, മൊത്തം ഇങ്ങോട്ട് മറിയും. നല്ല ആഴമുള്ള പ്രദേശം. അതിന് എന്തെങ്കിലും ഒരു ഇത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള മുമ്പ് കണ്ടതുപോലെ ഇവിടെ ഇരുന്ന് വെള്ളം ഞാൻ കാണിച്ചു തരാം. ഇത് റോഡ്, ഇത് ഓട, രണ്ടും ഒരേ നിരപ്പാണ്. വെള്ളം ഇങ്ങനെ നേരെ അങ്ങോട്ട് പോകും. വെള്ളം വേണ്ട ഇത് ഈ കാണുന്ന ചെറിയ പൈപ്പില്ലേ, ഈ പൈപ്പ് വഴി ഇറങ്ങണം എന്നായിരിക്കും പ്ലാൻ. അതൊരിക്കലും ഇറങ്ങില്ല, കുറേശ്ശെ വെള്ളം ഇറങ്ങും. വെള്ളം അങ്ങ് ഒഴുകി പോകത്തില്ലേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ വെള്ളം എല്ലാം വേണ്ട ഇങ്ങനെയുള്ള വീടുകളിൽ വേണ്ട വന്നങ്ങ് മറിയും. വേണ്ട ഈ വീട്ടിൽ മൊത്തം വെള്ളം മറിഞ്ഞ് കാണും. അങ്ങോട്ടെല്ലാം വെള്ളം അങ്ങ് മറിയും. അപ്പോൾ അതെന്തെങ്കിലും കാണുമായിരിക്കും. സാധാരണ നമ്മൾ ഓടയിലേക്ക് റോഡിൽ നിന്ന് വെള്ളം കയറുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ റോഡിൽ നിന്ന് കുറച്ച് ഉയരത്തിലായിരിക്കും ഓട. ഇപ്പോൾ ഈ വെള്ളം കെട്ടിയിരിക്കുന്നില്ലേ, അവിടെ ഒരു ഹോള് കാണും. അപ്പോൾ ഓടയിലേക്ക് വെള്ളം വീഴും. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ചാത്തന്നൂർ ടൗണിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ്.
ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ചാത്തന്നൂർ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വരുന്ന ഫ്ലൈ ഓവർ 3 പിയറിൽ വരുന്ന ചെറിയൊരു ഫ്ലൈ ഓവറാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഗഡറുകൾ 2 ഭാഗത്തെയും ഗഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രോസ് ഗഡറിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേട്ടോ. ഒരു ഭാഗത്ത് ആ ക്രോസ് ഗഡറൊക്കെ പണി നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ പണി നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഗഡറുകളെല്ലാം ഫുള്ള് ഗഡറുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടം വരെ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ക്ലിയർ നല്ല കുറവായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ക്ലിയറുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ ബൈ.